ഹലോ, രാവിലെ തന്നെ അച്ഛമ്മ വിഷമത്തിലാണ്. അച്ഛമ്മ പണ്ട് നട്ടു വളർത്തിയ മരങ്ങൾ വീട് പണ്ട് ആവശ്യങ്ങൾക്കായിട്ട് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നട്ടു വളർത്തേന്റെ പിന്നിൽ ഓരോ കഥകൾ പറഞ്ഞിട്ടാണ് അച്ഛമ്മയ്ക്ക് വിഷമമായിട്ടിരിക്കുന്നത്. ശേഷം ഒന്ന് പുറത്ത് പോകണ്ട, കൂട്ടുകാരന്റെ പിറന്നാളായതുകൊണ്ട് പ്ലം കേക്ക് വാങ്ങിച്ച് മുറിക്കുകയാണ്. ഒന്ന് നോക്കുമ്പോൾ ക്രീം കേക്കിനും കാട്ടി ടേസ്റ്റ് പ്ലം കേക്കാണ്. തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴേക്കും സ്പൈഡർമാന്റെ ബാഗ് തൂക്കിയിട്ട് നമ്മുടെ കസിൻ ബ്രദർ ക്ലാസ്സിൽ പോകാൻ നിൽക്കുകയാണ്. ഇത് നമ്മുടെ വേറൊരു അനിയനാണ്, ഇവന് സ്കൂളിൽ പോകാൻ നിൽക്കുകയാണ്. ഇപ്പോഴത്തെ പിള്ളേർ എല്ലാവരും ഇംഗ്ലീഷ് മീഡിയമാണ് പഠിക്കുന്നത്. അതുകൊണ്ട് അവർക്കൊക്കെ ഇംഗ്ലീഷ് നല്ലപോലെ പറയാനും അറിയും. ഞാൻ LKG UKG പഠിച്ചിട്ടില്ല, മലയാളം മീഡിയമാണ്. ഇംഗ്ലീഷൊക്കെ അധികം അറിയാത്ത ഒരാളാണ് ഞാൻ. ഒരു പുസ്തകം കിട്ടിയാൽ പോലും വായിക്കും, പക്ഷെ അർത്ഥങ്ങൾ കറക്റ്റായിട്ട് അറിയില്ല. ഇംഗ്ലീഷ് സിനിമകൾ ആണെങ്കിൽ ഏകദേശം തന്നെ എന്റെ അവസ്ഥ. പക്ഷെ നമ്മുടെ ഫ്രീ ടൈമിൽ മൊബൈൽ നോക്കി ഇംഗ്ലീഷ് പഠിക്കാൻ ഒരു വഴിയുണ്ട്. അതായത് ഡുവലിംഗോ എന്ന് പറയുന്ന ആപ്പ്. ഇതിലൂടെ ഭയങ്കര ഈസി ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്നുണ്ട്. ഇന്റർമീഡിയറ്റ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് ഏത് പ്രായത്തുള്ളവർക്കാണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാം. ഇതിൽ വേറെയും ഒരുപാട് ഭാഷകളുണ്ട് കേട്ടോ. അപ്പൊ ഇത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് കമന്റിലും ബയോയിലും പിന്നെ ചെയ്തിടാം. ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ളവർക്ക് ഇതൊരു യൂസ് ആവുന്നുണ്ട്. പിന്നെ ഉച്ച കഴിഞ്ഞ് അപ്പവും കടലം കറിയും കഴിച്ച് കോയമ്പത്തൂർ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. ഇപ്പൊ അതിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് അറിയില്ല, ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് തലവേന വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഗ്ലാസ് ചായയും കുടിച്ച് ഇതുപോലുള്ള സ്ഥലത്ത് ഇരുന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനായിട്ട് എപ്പോഴും പോകണ റൂം എടുക്കുകയാണ് കേട്ടോ. ഇവിടെ ആകുമ്പോൾ 3 മണിക്കൂറിന് 4 മണിക്കൂറിനൊക്കെ റെസ്റ്റ് ചെയ്യാം. അങ്ങനെ കോയമ്പത്തൂർ വരേണ്ട ആവശ്യം കഴിഞ്ഞ് സമയം പോകാനായിട്ട് ഇപ്പോൾ ഒരു എക്സിബിഷന് പോവുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും ഒരു വണ്ടി സ്റ്റാർട്ട് ആവാണ്ട് നിൽക്കണം. അപ്പോൾ ആ വണ്ടി ഇപ്പോൾ ഒതുക്കി കൊടുക്കുകയാണ്. ഞാൻ ഹാപ്പി, അവരും ഹാപ്പി. അത് കഴിഞ്ഞ് കൈയും കാലും ഇല്ലാത്ത ഒരു അപ്പൂപ്പനെ കണ്ടുവിട്ടു. അപ്പോൾ കയ്യിലുണ്ടായിരുന്ന പൈസ കുറച്ച് അപ്പൂപ്പനും കൊടുത്തപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ ബിരിയാണിയും കഴിച്ച് ഇപ്പോൾ സ്ഥിരം പോണ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നല്ലൊന്ന് കിടന്നുറങ്ങണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തലവേന വരുന്നുണ്ട്. എന്താണോ അപ്പോൾ ആദ്യം ഒന്ന് നല്ലപോലെ റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.